ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മരുന്ന് നിർമ്മാണ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന അനസ്തീഷ്യ മരുന്നുകളുടെ ഉപയോഗം നിർത്തിവെക്കാൻ ജമ്മു കാശ്മീർ സർക്കാരിന്റെ ഉത്തരവ്. ഇത് വൃക്ക, ഹൃദയം, നാഡികൾ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജമ്മു കാശ്മീർ മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ബുബി വക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന മരുന്നാണ് രോഗികളിൽ സങ്കീർണതകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള ജമ്മു കാശ്മീർ മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്യുന്നത്. സോപ്പോ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുൽഫിക്കർ നബി ബാരാമുള്ളയിലെ മുഖ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മസ്തുര ഇക്ബാലിനെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഈ മാസം 19-നാണ് അദ്ദേഹം ഈ വിവരം കൈമാറിയത്. ഐശ്വര്യ ഹെൽത്ത് കെയർ ആണ് ഈ മരുന്ന് നിർമ്മിച്ചത്. 2 മാസമായി ജമ്മു കാശ്മീരിലെ ആശുപത്രികളിൽ ഇവർ ഈ മരുന്ന് വിതരണം ചെയ്യുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നട്ടലിലെടുക്കുന്ന ഈ ഇഞ്ചക്ഷൻ സാധാരണ അളവിൽ നൽകിയപ്പോഴാണ് രോഗികളിൽ സങ്കീർണതകൾ കാണപ്പെട്ടത്. ശസ്ത്രക്രിയകൾ കഴിഞ്ഞ ഉടൻ തന്നെ രോഗികളിൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പലരിലും കടുത്ത തലവേദന, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തിടെയാണ് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇവരെ പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരം സങ്കീർണതകൾ കണ്ടു തുടങ്ങിയതോടെ മരുന്നിന്റെ ഉപയോഗം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. മറ്റു പല കാരണങ്ങൾ കൊണ്ടും രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇക്കാര്യം സർക്കാർ പരിശോധിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ സംഭരിക്കുന്ന മരുന്നുകൾ സർക്കാരിന്റെ ഡ്രഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത്.